ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു ഫുഡ് റെസിപ്പിയാണ് പനീർ മസാല പാസ്ത. അപ്പോൾ പനീർ മസാല പാസ്തയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാസ്ത, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വലിയുള്ളി, ടൊമാറ്റോ, മല്ലിയില, പനീറും പൊട്ടാറ്റോയും. നമുക്ക് പനീർ അല്ലാണ്ട് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ എടുക്കാം, നമുക്ക് വേറെ എന്തും ബീഫോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പനീറാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു ചെറിയ കുക്കറാണെന്ന് എടുത്തിരിക്കുന്നത്. സോ ചെറിയ കുക്കറിൽ നമ്മൾ ആദ്യം ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയുള്ളി, കുറച്ച് ചെറിയ വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി പാസ്തയാണുള്ളൂ. സോ ചെറിയ വലിയുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശേഷം അതിലോട്ട് അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച്. പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്തും സ്പൈസസ് ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഈ പാസ്ത എടുക്കുന്നത്, പിന്നെ നമ്മുടെ ആ ഒരു എങ്ങനെയാണ് എത്ര എരിവ് നമുക്ക് വേണം അതിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. ഇപ്പോൾ ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഗരം മസാല പൊടി, പെരുംജീരകം പൊടി. ഇതൊക്കെയാണ് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പെരുംജീരകം, ഗരം മസാല. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് അത് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മല്ലിയില അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നല്ല തറവായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ ഇത് അടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. മിക്സിങ് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ അതിലോട്ട് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ടാറ്റോയും പനീറും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളിപ്പോൾ പൊട്ടാറ്റോ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ മാത്രം ആഡ് ചെയ്തത്. പിന്നെ പനീറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ പനീറും ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചിക്കനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചിക്കൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാസ്ത പിന്നെ ആഡ് ചെയ്യാണ്. എടുത്ത് വെച്ച് പാസ്ത കഴുകിയിട്ട് ആ പാസ്ത അതിലോട്ട് ആഡ് ചെയ്യാണ്. ശേഷം ഒരു സ്പൂണ് ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഒരു ബൗളിൽ വെള്ളം നമ്മൾ എടുത്ത പാസ്തയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ അതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾ പിന്നെയും നല്ലോണം അത് മിക്സ് ചെയ്യണം. നമ്മളത് കുക്കറത് മൂടി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിം ആക്കിയിട്ട് 3 വിസിൽ വരെ. ഇതിപ്പോൾ കുഞ്ഞി കുക്കറായതുകൊണ്ട് നമ്മൾ 3 വിസിലാണ് വെക്കുന്നത്. വലിയ കുക്കറാണെങ്കിൽ 1 വിസിൽ തന്നെ അതാവും. പിന്നെ 3 വിസിലായി കഴിഞ്ഞു. നമ്മുടെ പാസ്ത റെഡിയായി ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.